LDF വിജയിച്ച മണ്ഡലമാണെങ്കിലും പി രാജീവ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വർദ്ധിച്ച ആവേശത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. എല്ലാ ദിവസവും രാവിലെ 7:30 തന്നെ പി രാജീവിന്റെ പര്യടനം ആരംഭിക്കും. നേരറിവിന്റെ നേർമയുടെ അഭിമാനം സഖാവ് പി രാജീവ് കടന്നുവരും. പിന്നിട്ട വഴികളിൽ കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കരിങ്കൽ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ, പരമ്പരാഗത തൊഴിലാളികൾ, വ്യവസായ തൊഴിലാളികൾ, അമ്മമാർ, സഹോദരിമാർ, കൂടപ്പിറപ്പുകൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, അതേ സമൂഹത്തിലെ ആഭാരവൃത്ത ജനതകളും ഒരു മനസ്സായി ഒരുമയോടെ ആവേശകരമായി വരവേറ്റ് നാടിന്റെ വികസന നായകൻ സഖാവ് പി രാജീവ്. രാവിലെ 7:30 കുന്നുകറിൽ നിന്ന് ആരംഭിച്ച പര്യടനം ഓരോ കവലകളിലും ഏർപ്പെടുത്തിയ സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടമായതുകൊണ്ട് തന്നെ വാഹന പ്രചാരണം തുടരുകയാണ്. ആവേശത്തോടെയാണ് പ്രവർത്തകർ രാജീവിനെ വരവേൽക്കുന്നത്. മനുഷ്യ സ്നേഹത്തിന്റെ മഹത്തായ മാതൃകകൾ തന്റെ ഭരണാധികാരം ഉപയോഗിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തീർത്ത നിസ്വവർഗത്തിന്റെ തേരാളി സഖാവ് പി രാജീവിത എത്തുമ്പോൾ തന്നെ വരവറിയിച്ച മാലപ്പടക്കങ്ങൾക്ക് തിരികൊളുത്തു. പിന്നെ പൂവും ചെടികളും മാങ്ങയും പച്ചക്കറികളുമായി സ്ഥാനാർത്ഥിക്ക് സ്വീകരണം. ഓരോ കവലയിലും ചെറിയ പ്രസംഗം. കഴിഞ്ഞ ദിവസം പണ്ടൊരു കൊച്ചി മേഖലയ്ക്കകത്തെ പര്യടനത്തിൽ ഒരു കൊച്ചുകുട്ടി കൂടെന്നിട്ട് പറഞ്ഞു, എല്ലായിടത്തും നമ്മൾ ജയിക്കും സഖാവ്, നമ്മളാണ്, ഞാൻ മാത്രമാണ്. നമ്മുടെ സാരഥി, നക്ഷത്രമാണ് നമ്മുടെ ചിഹ്നം. മതേതരത്വം ജനാധിപത്യവും സംരക്ഷിക്കാൻ സഖാവ് പി രാജീവിനെ വിജയിപ്പിക്കുക. തീരദേശ മേഖലകളിലെ തുരുത്തുകളിലേക്ക് ബോട്ടുകളിലാണ് പ്രചാരണത്തിനായി എത്തുന്നത്. ഓരോ പ്രദേശത്തു നിന്നും ലഘുഭക്ഷണവും ഇളനീരും നൽകി പ്രവർത്തകർ വേനൽച്ചൂടിലെ ക്ഷീണമകറ്റാൻ സഹായിക്കുന്നുണ്ട്. ഇത്തവണ വിജയമുറപ്പാണെന്നും അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ടെന്നും രാജീവ് പറയുന്നു. ആവേശകരമായ സ്വീകരണമാണ് പി രാജീവിന് എറണാകുളം ജില്ലയുടെ ഓരോ മുക്കിലും മൂലയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പി രാജീവിനോട് തന്നെ അദ്ദേഹത്തിൻ്റെ പര്യടനത്തിൽ ചോദിക്കാം. ഒരു വലിയ സ്വീകരണമാണല്ലോ ഓരോ മുക്കിലും മൂലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശകരമാണ് സ്വീകരണങ്ങൾ. ഞാൻ മിക്കവാറും എല്ലാ ബൂത്തിലും പോകുന്നുണ്ട്. ഈ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ഈ 3 റൗണ്ടായി പൂർത്തീകരിക്കാനാണ് പോകുന്നത്. എല്ലായിടത്തും വളരെ ആവേശകരമാണ്. ഒത്തുകൂടുന്നവർ മാത്രമല്ല, പോകുന്ന വഴി ലഭിക്കുന്ന പ്രതികരണങ്ങൾ എല്ലാം വലിയ പ്രതീക്ഷ നൽകുന്നതും ആവേശകരവുമാണ്. ജനങ്ങൾ വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരത് പല രൂപത്തിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സ്വീകരണ കേന്ദ്രങ്ങളിൽ തുടക്കം മുതൽ തന്നെ പച്ചക്കറികൾ, മീൻ, മുട്ട, പാല്, ജൈവജീവിതത്തിൻ്റെ ഭാഗമായി വന്ന ആളുകൾ, ഇന്നലകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ വരുന്ന ആളുകൾ, അങ്ങനെ വലിയൊരു വിഭാഗം ആരോഗ്യ പ്രവർത്തകർ വരുന്നുണ്ട്, കൃഷിക്കാർ വരുന്നുണ്ട്, പാലിയേറ്റീവ് പ്രവർത്തകർ വരുന്നുണ്ട്. നല്ല ആവേശകരമാണ് എല്ലായിടത്തെയും പ്രതികരണങ്ങൾ. ഞാൻ അവർക്കൊപ്പമുള്ള ഒരാളാണ്. ഇപ്പോൾ ഞാൻ കടമക്കുടി ചെന്നപ്പോൾ അവർ എനിക്ക് മീൻ നൽകി സ്വീകരിച്ചു. അപ്പോൾ അതൊരു പ്രചരണ രൂപമല്ല. കാരണം 3-4 വർഷമായി അവരുടെ കൂട്ടിൽ മത്സ്യകൃഷി ഞാനാണ് മത്സ്യം പോയി കുഞ്ഞുങ്ങളിട്ട് കൊടുക്കുന്നത്. അത് വിളവെടുക്കുമ്പോൾ ഞാൻ പോകുന്നുണ്ട്. വിൽപ്പന പ്രതിസന്ധി വരുമ്പോൾ അവരോടൊപ്പം ഞാൻ വിൽക്കാൻ വന്നിട്ടുണ്ട്. അവിടെ പൊക്കാളി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറവും ഞാനും ഒന്നിച്ച് അവിടെ പോയി വിതച്ചിട്ടുണ്ട്. 2-3 വർഷമായി തുടർച്ചയായി ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്കൊപ്പം ഉള്ള ഒരാളാണ്. അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അവരെല്ലാം പറയുന്നത്, ഇപ്പോൾ ഈ അമ്മൂമ്മ ഇപ്പോൾ കണ്ടല്ലോ, 90 വയസ്സിൻ്റെ അമ്മൂമ്മയാണ്. അവരിപ്പോൾ സ്വീകരിച്ചവർ നമ്മൾ ജയിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുട്ടി പൂ തന്നിട്ട് പറയുമ്പോൾ നമ്മൾ ജയിക്കും. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ചാണ്. അപ്പോൾ നമ്മൾ എന്നുള്ളൊരു വികാരമാണ് പൊതുവെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രതിഫലിക്കുന്നത്. ഞാൻ നേരത്തെ 2015 പറഞ്ഞതുപോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വേണ്ടി അല്ലാതെ വച്ചിട്ടുള്ള ചുവടുവെപ്പുകളെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയുന്നവരായിരിക്കണം. കനിവ് തുടങ്ങുമ്പോൾ അന്ന് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ തിരിച്ച് ആളുകൾ ആ വാക്കുകൾ എന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ കാഴ്ചപ്പാടിനൊപ്പം ജനങ്ങൾ നന്നായി അണിനിരന്നിട്ടുണ്ട്. അതാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ കാണുന്ന നിറഞ്ഞ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി എനിക്ക് തോന്നുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി രാജീവിന്റെ പ്രചാരണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും ഓരോ ദിവസവും ലഭിക്കുന്ന പച്ചക്കറികളുടെ ലേലം വിളിയാണിത്.
CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കെ രാജീവിന്റെ നേതൃത്വത്തിൽ നടന്ന ജൈവജീവിത ക്യാമ്പയിന്റെ ഭാഗമായി ആരംഭിച്ച കൃഷിയിടങ്ങളിൽ നിന്ന് വിളവെടുത്തവയാണ് ഇവ എന്നതാണ് മറ്റൊരു പ്രത്യേകത. 3200 ഒരു തരം, 3200 ഒരു തരം, 3200 200 ഒരു തരം, 3200 അവർ ജനകീയ മുന്നേറ്റമാണ്. അപ്പോൾ അവർക്കൊപ്പം ഇതിലെല്ലാം നിന്നിരുന്ന ഒരാൾ തെരഞ്ഞെടുപ്പുമായി വരുമ്പോൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു വഴുതനങ്ങ പറിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കോവയ്ക്ക കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയിട്ടായിരിക്കും. ഇന്നലെ കിട്ടിയത് തെർമോക്കോളിൽ മുളക് കാന്താരി മുളക് വെച്ചിട്ട് നല്ല ഒരു അരിവാൾ ചുറ്റിക കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അത് ജനങ്ങൾക്കൊപ്പം നിന്നാൽ ജനങ്ങൾ നമ്മളെ സ്നേഹിക്കും. ഏത് കാര്യത്തിനും അവർക്കൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ അതേ രീതിയിൽ തന്നെ സ്നേഹം പ്രകടിപ്പിക്കും. 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ രാത്രിയിലും ആവേശത്തിന് കുറവൊന്നുമില്ല.